അപ്പോൾ നമുക്കിതൊരു സ്റ്റോറി ആയാലോ. ഈ സ്റ്റോറി എന്ന് പറയുമ്പം ഒരു മേക്കപ്പ് സ്റ്റോറിയാണ്. നമ്മളിൽ നിന്നത് വേണമെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി പറയാൻ വിചാരിച്ചത്. ഇത് എനിക്ക് സംഭവിച്ചൊരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പം എനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു. മീൻസ് ഇടാനോ ആയാലോ ഒന്നും അറിയത്തില്ല. ഇപ്പം മുടി കെട്ടാനായാലും എനിക്കൊന്നും അറിയത്തില്ല. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഉമ്മ എടുത്തരും, അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഉമ്മ എടുത്തരും അല്ലെങ്കിൽ ഇത്ത എടുത്തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നേരം മേക്കപ്പ് മീൻസ് ഞാൻ ഫസ്റ്റ് ഇടാൻ തുടങ്ങിയത് നമ്മുടെ ഐലൈനറാണ്. ഒരു 3 വർഷമൊക്കെ മുമ്പായിരിക്കും ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആകെ പനിയാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ സമയം കിട്ടാറില്ല. എക്സാം, പനി, എന്താ സുഖമായിരിക്കും, നല്ല സുഖമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി നമുക്ക് ബാക്കി പറയാം. എനിക്കെന്ന് പറയുമ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇടുന്ന നമ്മൾ കണ്ണിൽ നമ്മൾ ഐലൈനർ ഇടുന്നത്, അവിടെ മൊത്തം നിറച്ചിട്ടായിരിക്കും ഇടുന്നത്. മീൻസ് ഐലൈനർ എന്ന് അറിയത്തില്ല, തെറ്റി പോകും, വായിക്കും. ഭദ്രകാളുടെ പോലെ ഞാൻ അങ്ങനെ പിന്നെ ഇട്ട് ശീലിച്ച് ഇങ്ങനെ ഇട്ടിട്ട് വന്ന് മേക്കപ്പ് ആയാലും ഓരോന്നിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ ബ്ലഷ് ഇടും, പിന്നെ ഐ ഷാഡോ, അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ച് ഇപ്പം എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാം. പിന്നെ മുടി ഞാൻ സ്വന്തമായിട്ട് അങ്ങ് കെട്ടും. ഇപ്പം എന്തായാലും നമ്മൾ വലുതാകുമ്പോൾ ഓരോന്നൊക്കെ തന്നെ ചെയ്യാൻ പഠിക്കുകയാണല്ലോ. നമ്മൾ ചെറുതിലേ തുടങ്ങിയാലേ വലുതാകുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഡ്രസ്സാണ് കേട്ടോ, ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറെ സ്റ്റോറിയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.